ഹായ് എവരിവൺ, എല്ലാവർക്കും സ്കിൽ ഡ്രൈവറുടെ കറണ്ട് അഫയർ സെക്ഷനിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 1 പ്രസിദ്ധീകരിച്ച PSC ബുള്ളറ്റിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. ആദ്യം നമുക്ക് നോക്കാനുള്ളത് പത്മ അവാർഡ് 2026 ആണ്. പത്മ അവാർഡിൽ ആദ്യം നമുക്ക് പത്മവിഭൂഷൺ പഠിക്കാനുള്ളത്. പത്മവിഭൂഷൺ 5 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ 4 പേര് മലയാളികളാണ്. രാജ്യത്തെ രണ്ടാമത്തെ പരമോന്നത സിവിലിയൻ അവാർഡ് എന്നറിയപ്പെടുന്ന ഏതാണ്? പത്മവിഭൂഷൺ ആണ്. രാജ്യത്തെ രണ്ടാമത്തെ പരമോന്നത സിവിലിയൻ അവാർഡ് എന്നറിയപ്പെടുന്ന ഏതാണ്? പത്മവിഭൂഷൺ ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഏതാണ്? ഭാരത് രത്നയാണ്. ഭാരത് രത്ന അങ്ങനെ എല്ലാ വർഷവും കൊടുക്കുന്നതല്ല. ലാസ്റ്റ് കൊടുത്തത് 2024 അപ്പൊ ആദ്യത്തെ ഭാരത് രത്ന, രണ്ടാമത്തെ പത്മവിഭൂഷൺ, മൂന്നാമത്തെ പത്മഭൂഷൺ, നാലാമത്തത് പത്മശ്രീയാണ്. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് പത്മവിഭൂഷൺ പഠിക്കാനുണ്ട്, പത്മഭൂഷൺ പഠിക്കാനുണ്ട്, പത്മശ്രീ പഠിക്കാനുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് പത്മവിഭൂഷൺ നോക്കാം. 5 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. അത് 4 പേരും ആരാണ്? മലയാളികളാണ്. ഒരാൾ ഹിന്ദിക്കാരനാണ്. അത് ആരാണെന്ന് ചോദിച്ചാൽ ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ ആണ്. 2 പേർക്ക് മരണാനന്തരമായിട്ട് എന്ത് ലഭിച്ചിട്ടുണ്ട്? അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ VS അച്യുതാനന്ദനും ധർമ്മേന്ദ്ര സിംഗ് ഡിയോളുമാണ്. ഓക്കെ, നമുക്ക് ആദ്യം ജസ്റ്റിസ് KT തോമസിനെ കുറിച്ച് ഒന്ന് വിശദമായിട്ട് പഠിക്കാം. ജസ്റ്റിസ് KT തോമസ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക്. പുള്ളിക്കാരൻ മുൻ സുപ്രീം കോടതി അല്ലെങ്കിൽ കേരള ഹൈക്കോടതി ജഡ്ജായിരുന്നു. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് പഠിക്കാനുള്ളത് ഇവരുടെ ഓരോരുടെയും കാറ്റഗറി നമുക്ക് പഠിക്കണം. അപ്പം KT തോമസ് ഏത് കാറ്റഗറിയാണ്? പബ്ലിക് അഫയേഴ്സ് എന്ന കാറ്റഗറിയിൽ നിന്നാണ് പുള്ളിക്കാരനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. രാജീവ് ഗാന്ധി വധക്കേസിൽ പുള്ളിക്കാരൻ എന്ത് വഹിച്ചിട്ടുണ്ട്? അധ്യക്ഷത വഹിച്ചിട്ടുണ്ട്. പത്മഭൂഷൺ 2007 പുള്ളിക്കാരന് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ 2026 KT തോമസിന് എന്താണ് ലഭിച്ചത്? പത്മവിഭൂഷണാണ്. പുള്ളിക്കാരനൊരു ഓർമ്മക്കുറിപ്പുണ്ട്, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. സോളമന്റെ തേനീച്ചകൾ ഒരു ന്യായാധിപന്റെ സ്മരണകൾ. എന്താണ്? സോളമന്റെ തേനീച്ചകൾ ഒരു ന്യായാധിപന്റെ സ്മരണകൾ. പുള്ളിക്കാരന്റെ പൂർണ്ണ നാമം കല്ലുപുരയ്ക്കൽ തോമസ് എന്നാണ്. അപ്പൊ ഏത് കാറ്റഗറിയിൽ നിന്നാണ് പുള്ളിക്കാരനെ ചൂസ് ചെയ്തിട്ടുള്ളത്? പബ്ലിക് അഫയേഴ്സ് ആണ്. ഓക്കെ, അടുത്ത ആള് P നാരായണൻ. ഇവർ ഓരോരുത്തരെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഏത് കാറ്റഗറിയാണ്? ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. ഏത് കാറ്റഗറിയാണ്? ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. പുള്ളിക്കാരൻ ഒരു മാധ്യമ പ്രവർത്തകനാണ്, സാഹിത്യകാരനാണ്, ഒരു RSS നേതാവ് കൂടെയാണ്. പുള്ളിക്കാരൻ ഇടുക്കി തൊടുപുഴക്കാരനാണ്. ഓക്കെ, RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ വാരികയിൽ ലേഖകനായിരുന്നു. ആരാണ്? P നാരായണൻ. അതുപോലെ ജന്മഭൂമി പത്രത്തിന്റെ സഹസ്ഥാപകനും ചീഫ് എഡിറ്ററുമായിരുന്നു P നാരായണൻ. അപ്പൊ ഏത് കാറ്റഗറിയിൽ നിന്നാണ് പുള്ളിക്കാരനെ ചൂസ് ചെയ്തിട്ടുള്ളത്? ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. നമ്മൾ 5 പേര് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ ഒരൊറ്റ ആളാണ് ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷനിൽ നിന്ന് വരുന്നത്. ബാക്കി നമ്മുടെ VS അച്യുതാനന്ദനും നമ്മുടെ ജസ്റ്റിസ് KT തോമസും പബ്ലിക് അഫയേഴ്സിൽ നിന്നാണ് വരുന്നത്. ഇനി നമുക്ക് വേറെ വരുന്ന 2 പേരാണ് N രാജമും ധർമ്മേന്ദ്ര സിംഗ് ഡിയോളും. അവർ 2 പേരും കല എന്ന കാറ്റഗറിയിൽ നിന്നാണ് വരുന്നത്. വ്യത്യസ്തമായിട്ട് വരുന്ന ഒരു കാറ്റഗറിയാണ് ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. അതിൽ നിന്ന് വന്നിട്ടുള്ള ഒരേ ഒരാളാണ് P നാരായണൻ. ഓക്കെ, അടുത്ത് ഡോക്ടർ N രാജം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരാളാണ്. സംസ്ഥാനം UP ആണ്. അപ്പോൾ UP എന്ന് നമ്മൾ വിചാരിക്കും ഹിന്ദിക്കാരായിരിക്കും. അല്ല, മലയാളിയാണ്. എന്തുകൊണ്ട് UP ഹയർ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറും HOD ഒക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ആ സംസ്ഥാനത്ത് നിന്ന് പുള്ളിക്കാരെ എന്ത് ചെയ്തിട്ടുള്ള ഹയർ ചെയ്തിട്ടുള്ളത്. ഏത് കാറ്റഗറിയാണ്? കല എന്ന കാറ്റഗറിയാണ്. വയലിനിസ്റ്റ് ആണ്. പുള്ളിക്കാരിയെ പാടുന്ന വയലിൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഡോക്ടർ M രാജത്തിനെയാണ് എന്തറിയപ്പെടുന്നത്? പാടുന്ന വയലിൻ എന്നറിയപ്പെടുന്നത്. ഗായകി അംഗം എന്ന സംഗീത ശൈലി എന്ത് ചെയ്തിട്ടുണ്ട്? പുള്ളിക്കാരി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഏത് സംഗീത ശൈലിയാണ്? ഗായകി അംഗം. ഓക്കെ, ഇനി പുള്ളിക്കാരിക്ക് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. 1984 പുള്ളിക്കാരിക്ക് പത്മശ്രീ ലഭിച്ചത്. അതുപോലെ പത്മഭൂഷണം ലഭിച്ചിട്ടുണ്ട് 2004. ഇപ്പൊ 2026 എന്ത് ലഭിച്ചിട്ടുണ്ട്? പത്മവിഭൂഷൺ ലഭിച്ചു. ഓക്കെ, ഇനി അടുത്ത് ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ. പുള്ളിക്കാരനാണ് ഹിന്ദിക്കാരൻ. പുള്ളിക്കാരനാണ് മരണാനന്തരമായിട്ട് എന്ത് ലഭിച്ചത്? അവാർഡ് ലഭിച്ചത്. മഹാരാഷ്ട്രയാണ് സംസ്ഥാനം. ഏത് കാറ്റഗറിയാണ്? കലയാണ്. ഏകദേശം പുള്ളിക്കാരൻ 100 കണക്കിന് ഏകദേശം 300ഓളം എന്ത് ചെയ്തിട്ടുണ്ട്? സിനിമകളിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരന് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ഏത് വർഷം? 2012 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. മരണാനന്തര ബഹുമതി ആയതുകൊണ്ട് പുള്ളിക്കാരൻ മരിച്ച ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. 2025 നവംബർ 24. ഓക്കെ, അടുത്തത് VS അച്യുതാനന്ദനാണ്. പുള്ളിക്കാരന് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. പൂർണ്ണനാമം എന്താ? വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. ഏത് കാറ്റഗറിയാണ്? പബ്ലിക് അഫയേഴ്സ്. പബ്ലിക് അഫയേഴ്സ് മുന്നേ ഒരു കാറ്റഗറിയിൽ വന്ന ഒരാളുണ്ടായിരുന്നു. ആരാണ്? KT തോമസ്. ഓക്കെ,
ജനിച്ച വർഷം ഏതാണ്? 1923 ഒക്ടോബർ 20 ആലപ്പുഴയിലെ പുന്നപ്രയിലാണ് VS അച്യുതാനന്ദൻ എന്ത് ചെയ്ത് ജനിച്ചത്. എന്നാണ് മരിച്ചത്? ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. 2025 ജൂലൈ 21 101 വയസ്സായി. കേരളത്തില് 11ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു 2006 മുതൽ 2011 വരെ. കേരള മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന ഒരു സ്ഥാനം അലങ്കരിച്ച ആരാണ്? VS അച്യുതാനന്ദൻ 82ാമത്തെ വയസ്സിൽ. അതുപോലെ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന വ്യക്തിമാര് തന്നെയാണ് VS അച്യുതാനന്ദൻ. എത്ര വർഷമാണടാ? 15 വർഷം. ഓക്കെ. പുള്ളിക്കാരൻ്റെ ഒരു ബുക്കുണ്ട്, സ്മരണത്തിന് ഇടവേളകളില്ല. ഓക്കെ. ഈ 5 പേർക്കുമാണ് എന്ത് ലഭിച്ചത്? പത്മവിഭൂഷൺ ലഭിച്ചത്. ഈ 5 പേർക്കാണ് എന്ത് ലഭിച്ചത്? പത്മവിഭൂഷൺ ലഭിച്ചത്. 4 പേര് മലയാളികളാണ്, ഒരാൾ ഹിന്ദിക്കാരനാണ്. 2 പേർക്ക് മരണാനന്തരമായിട്ട് എന്ത് ലഭിച്ചിട്ടുണ്ട്? പത്മവിഭൂഷൺ ലഭിച്ചു. ആരൊക്കെയാണത്? VS അച്യുതാനന്ദനും ധർമ്മേന്ദ്ര സിംഗ് ഡിയോളും. 2 പേര് ആർട്സിന്ന് വരുന്നുണ്ട്. ആരാണ് ആർട്സിന്ന് വരുന്നത്? ഡോക്ടർ N രാജവും ധർമ്മേന്ദ്ര സിംഗ് ഡിയോളും ആർട്സിന്ന് വരുന്നുണ്ട്. ജസ്റ്റിസ് KT തോമസും VH അച്യുതാനന്ദനും ഏത് കാറ്റഗറി? പബ്ലിക് അഫയേഴ്സ്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ എന്നാരാ വരുന്നത്? P നാരായണൻ. ഓക്കെ. നമുക്ക് അടുത്തിന് നോക്കാനുള്ളത് പത്മഭൂഷൺ ആണ്. പത്മഭൂഷൺ 13 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ 2 പേര് മലയാളികളാണ്. ആ 2 പേര് ആരൊക്കെയാണ്? മമ്മൂട്ടിയും വെള്ളാപ്പള്ളി നടേശനും. ഓക്കെ. നമുക്ക് ഇവരെ പറ്റി ഏത് സംസ്ഥാനമാണ്, ഏത് കാറ്റഗറി ആണെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ജസ്റ്റ് നമുക്ക് അവരുടെ കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകാം. ആദ്യം മമ്മൂട്ടി ഏത് സംസ്ഥാനമാണ്? കേരളമാണ്. ഏത് കാറ്റഗറി? കല എന്ന കാറ്റഗറിയാണ്. പുള്ളിക്കാരൻ 1998 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നോ. അടുത്തത് വെള്ളാപ്പള്ളി നടേശനാണ്. ഏത് സംസ്ഥാനമാണ്? കേരളം എന്ന സംസ്ഥാനമാണ്. ഏത് കാറ്റഗറിയാണ്? പബ്ലിക് അഫയേഴ്സ് എന്ന കാറ്റഗറിയാണ്. വെള്ളാപ്പള്ളി നടേശൻ പുള്ളിക്കാരനെ പറ്റി പറയാനാണെങ്കിൽ SNDPയുടെയും SN ട്രസ്റ്റിൻ്റെയും ജനറൽ സെക്രട്ടറിയായിട്ട് ഏകദേശം ഒരു 30 വർഷത്തോളം എന്ത് ചെയ്തിട്ടുണ്ട്? പുള്ളിക്കാരൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം പുള്ളിക്കാരൻ ഏത് കാറ്റഗറിയിൽ നിന്നാണ് ഹയർ ചെയ്തിട്ടുള്ളത്? പബ്ലിക് അഫയേഴ്സ് എന്ന കാറ്റഗറിയാണ്. ഓക്കെ. ഇവർ 2 പേരുമാണ് മലയാളികളായിട്ട് പത്മഭൂഷൺ ലഭിച്ചത്. ഓക്കെ. അടുത്ത 3ാമത്തെ ആള് ഷിബു സൊഹ്റാൻ. പുള്ളിക്കാരന് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഏത് സംസ്ഥാനമാണ്? ജാർഖണ്ഡ് ആണ്. ഏത് കാറ്റഗറിയാണ്? പബ്ലിക് അഫയേഴ്സ് അല്ലെങ്കിൽ പൊതുകാര്യങ്ങൾ. ഏത് സംസ്ഥാനത്ത് നിന്നാണ്? ജാർഖണ്ഡ് ആണ്. ഏത് കാറ്റഗറിയാണ്? പബ്ലിക് അഫയേഴ്സ് ആണ്. ഷിബു സൊഹ്റാനെ പറ്റി പറയാനാണെങ്കിൽ പുള്ളിക്കാരൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകനാണ്. ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകനാണ് ഷിബു സൊഹ്റാൻ. പുള്ളിക്കാരൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ജാർഖണ്ഡില് 3 വട്ടം മുഖ്യമന്ത്രി സ്ഥാനം എന്ത് വഹിച്ചിട്ടുണ്ട്? അലങ്കരിച്ചിട്ടുണ്ട്. 3 വട്ടം മുഖ്യമന്ത്രിയായിട്ട് ഭരിച്ചിട്ടുണ്ട്. അതുപോലെ 3 വട്ടം കേന്ദ്ര കൽക്കരി മന്ത്രിയായിട്ട് എന്തായിട്ടുണ്ട്? പുള്ളിക്കാരൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പുള്ളിക്കാരന്റെ മകനാണ് ഇപ്പൊ ജാർഖണ്ഡില് മുഖ്യമന്ത്രിയായിട്ട് ഭരിക്കുന്നത്. ഓക്കെ. പുള്ളിക്കാരന് മരണാനന്തരമായിട്ടാണ് ഈ ബഹുമതി ലഭിച്ചിട്ടുണ്ട്. ഓർത്തു വെച്ചിരിക്കുക. പുള്ളിക്കാരൻ മരിച്ച ഡേറ്റ് 2025 ഓഗസ്റ്റ് 4 ഓക്കെ. അടുത്തത് പീയൂഷ് പാണ്ഡെ. പീയൂഷ് പാണ്ഡെക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഏത് സംസ്ഥാനമാണ്? മഹാരാഷ്ട്രയാണ്. ഏത് കാറ്റഗറി? കലയാണ്. പീയൂഷ് പാണ്ഡെയെ പറ്റി പറയാനാണെങ്കിൽ പുള്ളിക്കാരൻ്റെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. പീയൂഷ് പാണ്ഡെയെ പറ്റി പറയാനാണെങ്കിൽ പുള്ളിക്കാരൻ ഒരു ഫേമസ് അഡ്വർടൈസറാണ്. നമ്മൾ പണ്ടത്തെ ഫെവിക്കോളിൻ്റെയൊക്കെ പരസ്യം ചെയ്ത പുള്ളിക്കാരനാണ്. ഇന്ത്യൻ പരസ്യ ചിത്രങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് പീയൂഷ് പാണ്ഡെയാണ്. ഇന്ത്യൻ പരസ്യ ചിത്രങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? പീയൂഷ് പാണ്ഡെയാണ്. പുള്ളിക്കാരന് മരണാനന്തരമായിട്ടാണ് ബഹുമതി ലഭിച്ചിട്ടുള്ളത്. ഓക്കെ. പുള്ളിക്കാരൻ മരിച്ച ദിവസം 2025 ഒക്ടോബർ 24 പുള്ളിക്കാരന് 2016 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ മരണാനന്തരമായിട്ട് പത്മഭൂഷൺ ലഭിച്ച 2 പേരെ നമ്മൾ പഠിച്ചു. ഷിബു സൊഹ്റാനും പീയൂഷ് പാണ്ഡെയും. ഓക്കെ. അടുത്ത 5ാമത്തത് ഭഗത് സിംഗ് കൊശ്യാരി. സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ഏത് കാറ്റഗറിയാണ്? പബ്ലിക് അഫയേഴ്സ് ആണ്. ഉത്തരാഖണ്ഡിന്റെ 2ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു പുള്ളിക്കാരൻ. ഓക്കെ. ആരാണ്? ഭഗത് സിംഗ് കൊശ്യാരി. ഏത് സംസ്ഥാനമാണ്? ഉത്തരാഖണ്ഡാണ്. കാറ്റഗറി പബ്ലിക് അഫയേഴ്സ്. വിജയ് അമിത് രാജ്. ഇയാൾ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് സംസ്ഥാനം അല്ലെങ്കിൽ കൺട്രി ആണടാ? യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയാണ്. കാറ്റഗറിയാണ് ഇമ്പോർട്ടൻറ്റ്. കായികം. ഞാൻ പറഞ്ഞു പത്മഭൂഷൺ ലഭിച്ച 13 പേരിൽ കായികം എന്ന കാറ്റഗറിയിൽ നിന്ന് വരുന്ന ഒരൊറ്റ ഉള്ളൂ. ആരാണ്? വിജയ് അമിത് രാജാണ്. ഓക്കെ. നമ്മുടെ ഇന്ത്യൻ ടെന്നീസിനെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിക്കൊടുത്ത ഒരാൾ കൂടിയാണ് വിജയ് അമിത് രാജ്. 1983 പുള്ളിക്കാരന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ ഒരു തമിഴ്നാട് സ്വദേശി കൂടിയാണ്. ഓക്കെ. ഇയാളെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് മാറ്റി പഠിച്ച് വെച്ചിരിക്കുക. ഓക്കെ. നമ്മുടെ പത്മഭൂഷൺ ലഭിച്ച കായികം എന്ന കാറ്റഗറിയിൽ നിന്ന് വരുന്ന ഒരേ ഉള്ളൂ. ആര്? വിജയ് അമിത് രാജ്. ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ. അടുത്തത് 7ാമത്തത് അൽക്ക യാഗ്നിക്. പുള്ളിക്കാരി ഒരു ഗായികയാണ്.
ഏത് സംസ്ഥാനമാണടാ? മഹാരാഷ്ട്രയിൽ നിന്നാണ് ഹയർ ചെയ്തിട്ടുള്ളത്. ഏത് കാറ്റഗറിയാണ്? കല എന്ന കാറ്റഗറിയാണ്. ഓക്കെ. അടുത്ത് ഉദയ് കൊട്ടാക്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും കൊട്ടാക് മഹീന്ദ്ര ബാങ്കിന്റെ സ്ഥാപകനാണ്. അതുകൊണ്ട് ഇനി ഏത് കാറ്റഗറി വരാം? ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി, വ്യാപാരവും വ്യവസായവും. സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. നമ്മൾ ഇതിന് തൊട്ട് മുന്നേ പത്മഭൂഷൺ കിട്ടിയ 2 മരണാനന്തര ബഹുമതി കൂടെ പഠിച്ചിട്ടുണ്ട്. അടുത്ത 3ാമത്തെ ആളാരാണ്? BK മൽഹോത്ര. ഏത് സംസ്ഥാനമാണടാ? ഡൽഹിയാണ്. കാറ്റഗറി ഏതാണ്? പബ്ലിക് അഫയേഴ്സ് ആണ്. 10ാമത്തത് KR പളനിസ്വാമി. പേര് കേൾക്കുമ്പോൾ നമുക്കൊരു തമിഴ്നാട് ടച്ച് ഫീൽ ചെയ്യുന്നില്ലേ? സംസ്ഥാനം അപ്പോൾ ഏതാണ്? തമിഴ്നാടാണ്. കാറ്റഗറി മെഡിസിൻ ആണ്. പുള്ളിക്കാരൻ ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ആണ്. ഓക്കെ. അടുത്ത് 11ാമത്തത് നോറി ദത്താത്രേയേഡു ആണ്. സ്റ്റേറ്റ് അല്ലെങ്കിൽ കൺട്രി വരുന്ന ഏതാണ്? അമേരിക്കയാണ്. കാറ്റഗറി മെഡിസിൻ ആണ്. ഒരു ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ കൂടെയാണ് നോറി ദത്താത്രേയേഡു. ഓക്കെ. അപ്പോൾ 2 മെഡിസിൻ വിഭാഗത്തിൽ നിന്നാണ് നമുക്ക് പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ആൾ ആരാടാ? ഒന്നാമത്തെ നമ്മൾ പഠിച്ച KR പളനിസ്വാമിയാണ്. ഏത് സംസ്ഥാനം? തമിഴ്നാട്. 2ാമത്തെ നോറിയാണ്. ഏത് സംസ്ഥാനം? അമേരിക്ക. സംസ്ഥാനം അല്ലെങ്കിൽ കൺട്രി ഏതാണ്? അമേരിക്ക. 2 പേരാണ് മെഡിസിനിൽ നിന്ന് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ. അടുത്തത് SK മെയിലാനന്ദൻ. സ്റ്റേറ്റ് ഏതാണ്? തമിഴ്നാടാണ്. ഏത് കാറ്റഗറി? സാമൂഹിക പ്രവർത്തനം. ഓക്കെ. അടുത്ത 13ാമത്തെ ലാസ്റ്റ് ആള് ശ്രീ ശിവവാദിൻ R ഗണേഷ് ആണ്. ഏത് സ്റ്റേറ്റ് ആണ്? കർണാടകയാണ്. കാറ്റഗറി കലയാണ്. ഈ 13 പേർക്കാണ് എന്ത് ലഭിച്ചിട്ടുള്ളേടാ? പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. 2 പേര് കേരളത്തിൽ നിന്ന്. ആരൊക്കെയാണ്? മമ്മൂട്ടിയും വെള്ളാപ്പള്ളി നടേശനും. 3 പേർക്ക് മരണാനന്തര ബഹുമതിയായിട്ട് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഒരാൾ ഷിബു സൊഹ്റാൻ, 2ാമത്തെ പീയൂഷ് പാണ്ഡെ, 3ാമത്തെ ആരാണ്? BK മൽഹോത്ര. ഓക്കെ. ഏറ്റവും കൂടുതൽ ഇനി ഒരാളെ ഞാൻ ഓർത്ത് വെച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ? വിജയ് അമിത്രാജ്. കാറ്റഗറി ഏതാണ്? സ്പോർട്സ് കാറ്റഗറിയാണ്. സ്പോർട്സ് കാറ്റഗറിയിൽ നിന്ന് ഒരേ ഒരാൾക്ക് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ. അതാണ് വിജയ് അമിത്രാജ്. അടുത്ത് നമുക്ക് പത്മശ്രീ ആണ് പഠിക്കാനുള്ളത്. പത്മശ്രീ ഏകദേശം നമ്മൾ 2026 113ഓളം പേർക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് 3 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് 3 പേരെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് എല്ലാവരെയും പഠിക്കാൻ പറ്റും. 113 പേരെ ഇല്ല. അപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പേരെ പഠിക്കാം. ആദ്യം കിട്ടിയത് ആർക്കാണ്? ME മുത്തുനായക. 2ാമത്തെ ആളാരാണ്? കലാമണ്ഡലം വിമല മേനോൻ. 3ാമത്തത് G ദേവകിയമ്മ. ആദ്യത്തെ ആൾക്ക് എന്തിനാണ്? ഏത് കാറ്റഗറിയാണ് കിട്ടിയത്? ശാസ്ത്രം എന്ന കാറ്റഗറിയാണ്. എന്തിനാണ് കിട്ടിയത്? ഇന്ത്യയുടെ ലിക്വിഡ് റോക്കറ്റ് പ്രൊപ്പൽഷൻ പ്രോഗ്രാമിന്റെ ശില്പിയായി പാരാകെ കണക്കാക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ശാസ്ത്രത്തിനും എഞ്ചിനീയറിംഗിനും നൽകിയ സമഗ്ര സംഭാവനകൾക്കാണ് 2026 പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ എന്തിനാണ് EM മുത്തുനായകത്തിന് കിട്ടിയത്? ഇന്ത്യയുടെ ലിക്വിഡ് റോക്കറ്റ് പ്രൊപ്പൽഷൻ പ്രോഗ്രാമിന്റെ ശില്പിയായി പാരാകെ കണക്കാക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ശാസ്ത്രത്തിനും എഞ്ചിനീയറിംഗിനും നൽകിയ സമഗ്ര സംഭാവനകൾക്കാണ് 2026 എന്ത് ലഭിച്ചത്? പത്മശ്രീ ലഭിച്ചത്. കാറ്റഗറി ഓർത്തു വെച്ചിരിക്കുക ശാസ്ത്രമാണ്. 2ാമത്തെ ആള് കലാമണ്ഡലം വിമല മേനോൻ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഏത് കാറ്റഗറി ആയിരിക്കും? കലയാണ്. ക്ലാസിക്കൽ ഡാൻസർ ആണ്. മോഹിനിയാട്ടം പ്രചരിപ്പിക്കുന്നതിലും പുനരുജ്ജീവിപ്പിക്കുന്നതിലും നൽകിയ സംഭാവനകൾക്കാണ് 2026 കലാമണ്ഡലം വിമല മേനോൻ എന്ത് ലഭിച്ചത്? പത്മശ്രീ ലഭിച്ചത്. അടുത്ത 3ാമത്തെ കേരളത്തിൽ നിന്ന് പത്മശ്രീ ലഭിച്ച ആളാണ് G ദേവകിയമ്മ. ഏത് കാറ്റഗറി? പൊതുകാര്യങ്ങളാണ്. എന്തിനാണ് ലഭിച്ചത്? തപോവനം എന്നറിയപ്പെടുന്ന മനുഷ്യനിർമ്മിത വനം സൃഷ്ടിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിന് പതിറ്റാണ്ടുകളായി നൽകിയ സംഭാവനകളെ മുൻനിർത്തിയാണ് G ദേവകിയമ്മയ്ക്ക് 2026 പത്മശ്രീ ലഭിച്ചത്. അപ്പം പത്മശ്രീ കേരളത്തിൽ നിന്ന് ലഭിച്ച 3 പേരാണ്. ആരൊക്കെയാണ്? ME മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, G ദേവകിയമ്മ. ഓക്കെ. ഇത് ഈ 3 പേരൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. അടുത്തത് കുറച്ച് ആനുകാലിക വിഷയങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കിരീടം നേടിയത് കണ്ണൂരാണ്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കിരീടം നേടിയത് ആരാണ്? കണ്ണൂരാണ്. അടുത്ത് ഇന്ത്യൻ ഒളിമ്പിക് അക്കാഡമിയുടെ പ്രസിഡന്റായി നിയമിതയായത് PT ഉഷയാണ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആരാണ്? PT ഉഷയാണ്. 1983 അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2020 പത്മഭൂഷൺ മാർക്ക് ലഭിച്ചിട്ടുണ്ടടാ. PT ഉഷയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക് അക്കാഡമിയുടെ പ്രസിഡന്റായി നിയമിതനായത് ആരാണ്? PT ഉഷയാണ്. ഓക്കെ. ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന നേട്ടം കൈവരിച്ചതാരാണ്? കാവ്യ കാർത്തികേയനാണ്. പുള്ളിക്കാരി മലയാളിയാണ്. ഓക്കെ. ലോക റാപ്പിഡ് കിരീടവും ലോക ബ്ലിറ്റ്സ് കിരീടവും നേടിയ നോർവേക്കാരനാരാണ്? മാഗ്നസ് കാൾസൺ ആണ്.
ഏകദേശം 5 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് പുള്ളിക്കാരൻ മാഗ്നസ് എന്ത് ചെയ്തത്, ചെസ്സ് പഠിക്കാൻ തുടങ്ങിയത്. 13 വയസ്സായപ്പോൾ പുള്ളിക്കാരന് 13 വയസ്സായപ്പോൾ, അതായത് 2004 പുള്ളിക്കാരൻ ഗ്രാൻഡ് മാസ്റ്റർ എന്ന പദവി നേടി. ഓക്കെ, അപ്പം ലോക റാപ്പിഡ് കിരീടവും ലോക ബ്ലിറ്റ്സ് കിരീടവും നേടിയ നോർവേക്കാരനാരാണ്, മാഗ്നസ് കാൾസൺ. അടുത്തതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അശോക ചക്ര 2026 ലഭിച്ചത് ആർക്കാണ്, ശുഭാംശു ശുക്ലയ്ക്കാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അശോക ചക്ര 2026 ലഭിച്ചത് ആർക്കാണ്, ശുഭാംശു ശുക്ല. എന്തിനാണ് ലഭിച്ചത്? ശുക്ലയ്ക്ക് അശോക ചക്ര കിട്ടാനുള്ള കാരണം ISS യാത്രയും അതിലെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയതും കൊണ്ടാണ് 2026 ശുഭാംശു ശുക്ലയ്ക്ക് എന്ത് ലഭിച്ചത്, അശോക ചക്ര ലഭിച്ചത്. കീർത്തി ചക്ര ലഭിച്ചത് ആർക്കാണ്, പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്കാണ്. പുള്ളിക്കാരൻ പാലക്കാടുകാരനാണ്. ഇന്ത്യയുടെ സമാധാന കാലത്തെ രണ്ടാമത്തെ ഉയർന്ന ധൈര്യ ബഹുമതിയാണ് കീർത്തി ചക്ര. ഇന്ത്യയുടെ സമാധാന കാലത്തെ രണ്ടാമത്തെ ഉയർന്ന ധൈര്യ ബഹുമതിയാണ് കീർത്തി ചക്ര. നമ്മുടെ അശോക ചക്ര എന്നാ സ്ഥാപിതമായത്? 1952 ജനുവരി 4 അശോക ചക്ര സ്ഥാപിതമായത്. കീർത്തി ചക്ര 1952 സ്ഥാപിതമായെങ്കിലും അന്ന് കീർത്തി ചക്ര എന്നായിരുന്നില്ല അതിന്റെ പേര്. അതിന്റെ പേര് അശോക ചക്ര സെക്കൻഡ് എന്നായിരുന്നു. പിന്നീടാണ് അതിന് എന്ത് ചെയ്തത്, കീർത്തി ചക്രയായിട്ട് മോഡിഫൈ ചെയ്തത്. ഓക്കെ, പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഒരു പാലക്കാടുകാരനാണേ. അടുത്ത് ശൗര്യചക്ര ലഭിച്ചത്. ശൗര്യചക്ര ഏകദേശം 13 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. 12 പേർക്കും കിട്ടി. അതിൽ ഒരാൾക്ക് മരണാനന്തരമായിട്ടാണ് ലഭിച്ചിട്ടുള്ളത്. ശൗര്യചക്രയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 പേര് നമുക്ക് പഠിക്കാനുണ്ട്. അത് ആരൊക്കെയാണെന്ന് വെച്ചാൽ ലെഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽന, ലെഫ്റ്റനന്റ് കമാൻഡർ രൂപ, അസിസ്റ്റന്റ് കമാൻഡർ വിപിൻ വിൽസൺ. ഇവർ ശൗര്യചക്രയിൽ 13 പേരിൽ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കണേ. അടുത്ത് നമ്മൾ ലാസ്റ്റ് പോർഷനിലോട്ട് കടന്നിരിക്കുകയാണ്. ലാസ്റ്റ് നമുക്ക് ഈ ഒരു ടോപ്പിക് കൂടെ കഴിയുമ്പോഴേനും നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. 83ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ. അതിൽ നമുക്ക് മികച്ച ചിത്രം പഠിക്കാനുണ്ട്, മികച്ച നടൻ, മികച്ച നടി, സംവിധായകൻ പഠിക്കാനുണ്ട്. മികച്ച ചിത്രം 2 എണ്ണം വരും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാമ കാറ്റഗറിയിൽ 1 എണ്ണം വരും, മ്യൂസിക്കൽ ഓർ കോമഡി കാറ്റഗറിയിൽ 1 എണ്ണം വരും. അതിൽ മികച്ച ചിത്രം ഡ്രാമ കാറ്റഗറിയിൽ വരുന്നതിന് ഹാപ്നെറ്റ്. ഏത് സിനിമയാണ്? ഹാപ്നെറ്റ് എന്ന് പറയുന്ന സിനിമ ഡ്രാമ കാറ്റഗറിയിൽ വരുന്നുണ്ട്. മ്യൂസിക്കൽ ആൻഡ് കോമഡി കാറ്റഗറിയിൽ വരുന്നതാണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഓക്കെ, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. അപ്പോൾ മികച്ച ചിത്രം ഡ്രാമ കാറ്റഗറിയിൽ 1 എണ്ണം വരുന്നുണ്ട്, മ്യൂസിക്കൽ ആൻഡ് കോമഡി കാറ്റഗറിയിലും 1 എണ്ണം വരുന്നുണ്ട്. ഡ്രാമ കാറ്റഗറിയിൽ വരുന്നതാണ് ഹാപ്നെറ്റ് എന്ന് പറയുന്ന സിനിമ. മ്യൂസിക്കൽ കാറ്റഗറിയിൽ വരുന്നതാണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഓക്കെ, അടുത്ത് മികച്ച നടൻ. മികച്ച നടനും ഡ്രാമ കാറ്റഗറി നമുക്ക് പഠിക്കണം, മ്യൂസിക്കൽ ഓർ കോമഡി കാറ്റഗറിയും പഠിക്കണം. അതിൽ ഡ്രാമ കാറ്റഗറിയിൽ വരുന്നതാണ് വാഗ്നർ മൗറ. ഏത് സിനിമയിലാടാ? ദി സീക്രട്ട് ഏജന്റ് എന്ന സിനിമയിൽ. ഓക്കെ, ഇനി മ്യൂസിക്കൽ ആൻഡ് കോമഡി വിഭാഗം വരുന്നത് ആരാണ്? തിമോത്ത ഷാലെ, മാർട്ടി സുപ്രീം എന്ന് പറയുന്ന സിനിമയിൽ നിന്നാണ് തിമോത്ത ഷാലെ എന്ത് ചെയ്തത്, തിരഞ്ഞെടുത്തത്. അടുത്ത് മികച്ച നടി. മികച്ച നടിയും ഡ്രാമ കാറ്റഗറിയുണ്ട്, മ്യൂസിക്കൽ ഓർ കോമഡി കാറ്റഗറിയുണ്ട്. ഡ്രാമ കാറ്റഗറിയിൽ നിന്ന് വരുന്നത് ജെസ്സി ബക്ലെ. ഓക്കെ, ഹാപ്നെറ്റ് നമ്മൾ പഠിച്ചു. മികച്ച ചിത്രം ഡ്രാമ കാറ്റഗറിയിൽ വരുന്ന മികച്ച ചിത്രമാണ് ഹാപ്നെറ്റ്. ഓക്കെ, അതിലുള്ള നടിക്ക് തന്നെയാണ് ഡ്രാമ കാറ്റഗറിയിൽ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി മ്യൂസിക്കൽ ഓർ കോമഡി കാറ്റഗറിയിൽ വരുന്നത് ആരാ? റോസ് ബൈറൺ ആണ്. റോസ് ബൈറൺ ഏത് സിനിമയാണ്? ഇഫ് ഐ ഹാഡ് ലെഗ്സ് ഐ വുഡ് കിക്ക് യു. ഓക്കെ, ഈ സിനിമയിൽ നിന്നാണ് റോസ് ബൈറനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത് മികച്ച സംവിധായകൻ ആരാണ്? പോൾ തോമസ് ആൻഡ്രേഴ്സ് ആണ്. ഏത് സിനിമയാണ്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന സിനിമയ്ക്കാണ് എന്ത് ലഭിച്ചത്? മികച്ച സംവിധായകൻ എന്ന പദവി ആർക്ക് ലഭിച്ചത്? പോൾ തോമസ് ആൻഡ്രേഴ്സ്. ഓക്കെ, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ മികച്ച ചിത്രം കൂടെയാണ്. ഏത് കാറ്റഗറി വരുമ്പോൾ? മ്യൂസിക്കൽ ആൻഡ് കോമഡി വിഭാഗം വരുമ്പോൾ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്താണ്? മികച്ച ചിത്രം കൂടിയാണ്. അടുത്ത് മികച്ച വിദേശ ഭാഷാ ചിത്രം ഏതാണ്? ദി സീക്രട്ട് ഏജന്റ് ആണ്. മികച്ച വിദേശ ഭാഷാ ചിത്രം ഏതാണ്? ദി സീക്രട്ട് ഏജന്റ് ആണ്. അപ്പം നമ്മുടെ ക്ലാസ് ഇത്രയേ ഉള്ളൂടാ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSC ബുള്ളറ്റിനുള്ള ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ നോട്ടും ഇതിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യനും നമ്മുടെ സ്കിൽ റൈനയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. എല്ലാവരും ചെന്നിട്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂടാ നമുക്ക് മറന്നു പോവാതെ ഇതെല്ലാം മനസ്സിൽ പതിഞ്ഞിരിക്കുള്ളൂ. Okay, thank you.